ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ മെഡിക്കൽ കോഡിംഗ് ആൻഡ് ബില്ലിംഗ് കോഴ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് കംപ്ലയൻസ് ആൻഡ് റെഗുലേറ്ററി എന്നുള്ളത്. സോ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് CPC എക്സാമിനായാലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അല്ലാതെ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കംപ്ലയൻസ് ആൻഡ് റെഗുലേറ്ററിയുടെ എക്സ്പ്ലനേഷൻ ആണ് നോക്കുന്നത്. വാട്ട് ഈസ് കംപ്ലയൻസ്, വാട്ട് ഈസ് റെഗുലേറ്ററി, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. So first തന്നെ compliance and regulatory. These are terms often used together, particularly in industries that are subject to strict laws and guidelines such as healthcare, finance and manufacturing. നമ്മൾ മെഡിക്കൽ കോഡിംഗ് പഠിക്കുമ്പോൾ നമ്മളത് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കംപ്ലയൻസ് ആൻഡ് റെഗുലേറ്ററി എന്നുള്ള ടേം ഫ്രീക്വൻ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്. ഇത് രണ്ടും ടുഗെദർ ആണ് യൂസ് ചെയ്യുക. മെയിൻലി സ്ട്രിക്റ്റ് ലോസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഉള്ള ഏരിയാസ് അല്ലെങ്കിൽ ഫീൽഡിലാണ് മെയിൻലി ഈ കംപ്ലയൻസ് ആൻഡ് റെഗുലേറ്ററി എന്നുള്ള ടേംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹെൽത്ത് കെയർ ഫീൽഡ്, ഫിനാൻസ്, മാനുഫാക്ചറിങ് ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലൊക്കെയാണ് മെയിനായിട്ട് ഈ ടേംസ് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റുക. സോ ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് കംപ്ലയൻസ് ആണ്. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് കംപ്ലയൻസ് വരുന്നത്, കംപ്ലയൻസ് റിഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് എൻഷുറിങ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ ഫോളോസ് all applicable laws, regulations, standards and ethical practices. It involves adhering to internal policies as well as external legal requirements. അതായത് എല്ലാ ലോസും റെഗുലേഷൻസും, അതായത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള എല്ലാ എത്തിക്കൽ പ്രാക്ടീസസും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ കറക്റ്റായിട്ട് അവർ നോക്കേണ്ട കാര്യങ്ങളെല്ലാം എന്താണ്, ആ ഒരു ഹോസ്പിറ്റലിൻ്റെ റൂൾസും അതുപോലെ തന്നെ അല്ലാതെ എക്സ്റ്റേർണലി നമുക്ക് ടോട്ടലായിട്ട് ഫോളോ ചെയ്യേണ്ട ലീഗൽ റിക്വയർമെൻറ്റ്സും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ലീഗൽ റിക്വയർമെൻറ്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ലോസ് എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്, റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്, എത്തിക്കൽ പ്രാക്ടീസസ് ആണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം എൻഷുർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കംപ്ലയൻസ് എന്ന് പറയുന്നത്. ഇനി പേർപ്പസ് എന്ന് പറയുന്നത്, ദ പ്രൈമറി ഗോൾ ഓഫ് കംപ്ലയൻസ് ഇസ് ടു പ്രിവെൻറ്റ് ലീഗൽ ഇഷ്യൂസ്, പ്രൊട്ടക്ട് ദ ഓർഗനൈസേഷൻസ് റെപ്യൂട്ടേഷൻ ആൻഡ് എൻഷുർ ദാറ്റ് ഇറ്റ് ഓപ്പറേറ്റ്സ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ദി ലോ. ഒരു പ്രോപ്പർ ലോ ഗൈഡ് ലൈൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഒരു ഹോസ്പിറ്റലിൻ്റെ കേസിലായാലും അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ദർ ആർ സോ മെനി ലീഗൽ ഇഷ്യൂസ് എന്ന് പറയാം. കാരണം നമ്മളൊരു ലോ ഒബേ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. സോ അതെല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ ലീഗൽ ഇഷ്യൂസ് ഇല്ലാതെയും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷനും എല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ കംപ്ലയൻസിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻ ഹെൽത്ത് കെയർ കംപ്ലയൻസ് ഇൻവോൾവ്സ് അദറിങ് ടു ഹിപ്പ റെഗുലേഷൻസ് ടു പ്രൊട്ടക്ട് പേഷ്യൻറ്റ് പ്രൈവസി. അതായത് ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ ഹിപ്പ റൂൾസ് അല്ലെങ്കിൽ ഹിപ്പ റെഗുലേഷൻസിൽ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹിപ്പ അനുസരിച്ച് പേഷ്യൻറ്റിൻ്റെ പ്രൈവസി അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ്, ഹെൽത്ത് ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഒരു കംപ്ലയൻസ് ടു ഹിപ്പ എന്ന് പറയുന്നത്. ഇനി ഇൻ ഫിനാൻസ് ആണെങ്കിൽ കംപ്ലയൻസ് മീൻസ് ഫോളോയിങ് ആൻറ്റി മണി ലോണ്ടറിങ് ലോസ് ആൻഡ് റെഗുലേഷൻസ്. ആൻറ്റി മണി ലോണ്ടറിങ്സിൻ്റെ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നതിനെയാണ് ഫിനാൻസിൽ കംപ്ലയൻസ് എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ ഫീൽഡിൽ വരുമ്പോൾ നമുക്ക് ഹിപ്പ റെഗുലേഷൻസൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ പേഷ്യൻറ്റിൻ്റെ ഡേറ്റാസ് എല്ലാം, പ്രൈവറ്റ് ഡേറ്റാസ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് ഹെൽത്ത് കെയർ ഫീൽഡിലെ കംപ്ലയൻസ് എന്ന് പറയുന്നത്. Next one, regulatory. Regulatory defines the rules, laws and guidelines established by government agencies and other authorities that organizations must follow. These regulations are typically industry specific and are designed to protect public interest, ensure fair practices and maintain industry standards. So regulatory എന്ന് പറയുമ്പോൾ there are certain rules, laws and guidelines established by the government agencies ആയിരിക്കും, അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അതോറിറ്റീസ് പല ഓർഗനൈസേഷൻസും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്
പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കുറച്ച് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ഏജൻസീസൊക്കെ ഏത് രീതിയിൽ വർക്ക് ചെയ്യണം എന്നുള്ളതിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ഇത് മെയിനായിട്ടും പബ്ലിക് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഫെയർ പ്രാക്ടീസസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ആ ഒരു ഇൻഡസ്ട്രിയിലെ സ്റ്റാൻഡേർഡിനെ മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് റെഗുലേറ്ററി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെഗുലേഷൻസ് എന്ന് നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ പേർപ്പസ് വരുന്നത് are established to provide a framework within which industries operate, ensuring safety, fairness and accountability. So ഒരു പ്രോപ്പർ ഫ്രെയിംവർക്ക് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വേണം ഏത് ഇൻഡസ്ട്രി ആയാലും അവർ ഓപ്പറേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ പ്രോപ്പർ സേഫ്റ്റിയും ഫെയർനെസ്സും അതുപോലെ തന്നെ ഒരു പ്രോബ്ലം വന്നാൽ അതിന് അക്കൗണ്ടബിലിറ്റിയും ഒക്കെ ഉള്ള രീതിയിലാണ് ഈ ഒരു റെഗുലേഷൻസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ ഇനി എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ, ഇൻ ഹെൽത്ത് കെയർ ദ സെൻറ്റേഴ്സ് ഫോർ മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ് സർവീസസ് സെറ്റ് റെഗുലേഷൻസ് ഫോർ ഹൗ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഷുഡ് ബിൽ ആൻഡ് കോഡ് സർവീസസ്. സോ ഒരു ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് വരുമ്പോൾ CMS സെൻറ്റർ ഫോർ മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ് സർവീസസ് പ്രോപ്പറായിട്ടുള്ള ഒരു റെഗുലേഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എങ്ങനെയായിരിക്കണം ഒരു പ്രൊസീജിയറോ അല്ലെങ്കിൽ ഒരു സർവീസോ ബില്ല് ചെയ്യേണ്ടതും കോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് റെഗുലേഷൻസ്, അതിനാണ് നമ്മൾ CPTയും ICD ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു രീതിയിലുള്ള കോഡിങ് ആൻഡ് ബില്ലിങ് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു റെഗുലേഷൻ ഉണ്ടാവും. അത് ഫോളോ ചെയ്യുക. അതിനെയാണ് നമ്മൾ ഹെൽത്ത് കെയർ ഫീൽഡിലെ റെഗുലേഷൻ അല്ലെങ്കിൽ റെഗുലേറ്ററി എന്ന് പറയുന്നത്. In the environment sector, the Environmental Protection Agency sets regulations to control pollution and protect natural resources. So ഒരു എൻവയൺമെൻറ്റൽ സെക്ടറിൻ്റെ കേസിൽ EPA ആണ് അവിടെ പ്രോപ്പറായിട്ടുള്ള റെഗുലേഷൻസ് സെറ്റ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു കൺട്രോൾ ദി പൊല്യൂഷൻ ആൻഡ് ഓൾസോ നാച്ചുറൽ റിസോഴ്സസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കംപ്ലയൻസ് ആൻഡ് റെഗുലേറ്ററി എന്ന് നോക്കുകയാണെങ്കിൽ, ബോത്ത് ഓഫ് ദീസിന് എന്താണ് ഒരു ഏകദേശം സെയിം മീനിങ് ഒക്കെ തന്നെയാണെങ്കിലും കംപ്ലയൻസ് ഈസ് അബൌട്ട് ഫോളോയിങ് ദ റൂൾസ് ദാറ്റ് ഹാവ് ബീൻ സെറ്റ്. കുറച്ച് റൂൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിനെ ഫോളോ ചെയ്ത് പോകുന്നതിനെയാണ് കംപ്ലയൻസ് എന്ന് പറയുന്നത്. while regulatory refers to the actual rules and laws that organization must comply with. അതായത് കുറച്ച് ആക്ച്വൽ റൂൾസ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ടാവും, അത് ആ ഒരു ഓർഗനൈസേഷൻ എന്താണ് കമ്പൽസറി ആയിട്ടും ഫോളോ ചെയ്തിട്ടുണ്ടാവണം. കംപ്ലയൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് റൂൾസ് ഉണ്ടാവും, അതെല്ലാം ഒന്ന് ഫോളോ ചെയ്ത് പോവുക, അതാണ് കംപ്ലയൻസ്. ആൻഡ് റെഗുലേറ്ററി എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആയിട്ടുള്ള റൂൾസാണ്. Next one, compliance involves the actions taken by an organization to adhere to these regulations, like implementing internal policies, conducting audits and providing employee training. അപ്പോൾ ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസ് കുറച്ച് റെഗുലേഷൻസ് അല്ലെങ്കിൽ റൂൾസ് ഒക്കെ സെറ്റ് ചെയ്യണം. അതിനെയാണ് കംപ്ലയൻസ് എന്ന് പറയുന്നത്, പ്രോപ്പർ വർക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇനി റെഗുലേറ്ററി റിഫേഴ്സ് ടു ദി എക്സ്റ്റേണൽ ലോസ് ആൻഡ് ഗൈഡ് ലൈൻസ് ദാറ്റ് ഡിക്റ്റേറ്റ് വാട്ട് ഈസ് റിക്വയർഡ് ഓഫ് ഓർഗനൈസേഷൻസ്. അപ്പോൾ റെഗുലേറ്ററി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് ലോസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഉണ്ടാവും, അതൊരു ഓർഗനൈസേഷൻ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. സോ കംപ്ലയൻസ് എന്ന് പറയുമ്പോൾ ഈ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട റൂൾസിനെ എന്താണ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഓർഗനൈസേഷൻസും കുറച്ച് ഇനീഷ്യേറ്റീവ് എടുക്കണം, അതിനെയാണ് കംപ്ലയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഓൾ ഇന്ത്യ ബേസിൽ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഹോസ്പിറ്റൽസ് എല്ലാം കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം ക്വാളിഫൈഡ് ആയിരിക്കണം, ഫേക്ക് ഡോക്ടേഴ്സ് ഒന്നും പാടില്ല, ഫെസിലിറ്റീസ് എല്ലാം പ്രോപ്പർ ആയിരിക്കണം, എല്ലാവർക്കും സെയിം ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോർ എ പ്രോപ്പർ വർക്കിംഗ് ഓഫ് എൻ ഹോസ്പിറ്റൽ. അതിനെയാണ് നമ്മൾ റെഗുലേറ്ററി അല്ലെങ്കിൽ റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കാര്യങ്ങൾ, ഈ റെഗുലേഷൻസിനെ എല്ലാം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്
ഈച്ച് ഹോസ്പിറ്റൽസും അവിടെ ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേർണലി അവിടെയുള്ള സ്റ്റാഫുകളുടെ കാര്യങ്ങളിലായാലും ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ വർക്കിംഗ് ക്രൈറ്റീരിയയുടെ കേസിലായാലും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചാൽ മാത്രമേ ഈ ഒരു റെഗുലേഷൻസിനെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനെയാണ് കംപ്ലയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ഹോസ്പിറ്റൽസും അവരുടേതായ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ആ ഒരു ടോട്ടൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കിങ്ങിന് കംപ്ലയൻസ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടലി ഒരു കംപ്ലീറ്റ് ഗവൺമെൻറ് റൂളിനെ നമുക്ക് റെഗുലേഷൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ റെഗുലേറ്ററി എന്ന് പറയാം. ഈ റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈച്ച് ഓർഗനൈസേഷൻസും ഇൻറ്റേർണലി കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനെയാണ് കംപ്ലയൻസ് എന്ന് പറയുന്നത്. സോ അതാണ് ഹെൽത്ത് കെയർ ഫീൽഡിൽ ടോട്ടലി നടക്കുന്നത്. സോ ഇൻ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ ഫോർ ആൻ ഓർഗനൈസേഷൻ ടു ബി കംപ്ലയൻറ്റ് ഇറ്റ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ റെഗുലേറ്ററി എൻവയൺമെൻറ്റ് ഇൻ വിച്ച് ഇറ്റ് ഓപ്പറേറ്റ്സ്. അപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന ഒരു എൻവയൺമെൻറ്റ് എന്താണ്, അവിടെയുള്ള റെഗുലേഷൻസ് അല്ലെങ്കിൽ റെഗുലേറ്ററി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം തന്നെ. ഇറ്റ് മസ്റ്റ് ഡെവലപ്പ് ആൻഡ് എൻഫോഴ്സ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു മീറ്റ് ദീസ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഒരു എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഇൻറ്റേർണലി അവിടെയുള്ള ആളുകളിലേക്കും ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പോളിസീസ് എല്ലാം എൻഫോഴ്സ് ചെയ്യുക. ഓൾസോ ഇറ്റ് മസ്റ്റ് സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് എനി ചേഞ്ചസ് ഇൻ ലോസ് ആൻഡ് റെഗുലേഷൻസ് ടു റിമെയിൻ കംപ്ലയൻറ്റ്. അപ്പോൾ ആ ഒരു കംപ്ലയൻസ് കീപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്, അപ്ഡേഷൻസ് വരുന്നുണ്ട് എന്നുള്ളതെല്ലാം അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ലോസ് ആൻഡ് റെഗുലേഷൻസ് ഇങ്ങനെ മാറി വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതെല്ലാം അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. നെക്സ്റ്റ്, നോൺ കംപ്ലയൻസ് ക്യാൻ ലീഡ് ടു ലീഗൽ പെനാലിറ്റീസ്, ഫിനാൻഷ്യൽ ലൂസസ് and damage to an organization's reputation, making compliance and understanding regulatory requirements crucial for any business. അതായത് ഇപ്പം പ്രോപ്പറായിട്ട് കംപ്ലൈൻറ്റ് ആയിട്ടില്ലെങ്കിൽ, അതായത് നോൺ കംപ്ലയൻസ് വന്നാൽ ലീഗൽ പെനാൽറ്റീസ്, ഫൈൻസ്, അങ്ങനെയുള്ള ലീഗൽ കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. അതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഏത് ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഓർഗനൈസേഷൻ ആണെങ്കിലും അവർ ഫിനാൻഷ്യൽ ലൂസസ് വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു ലോ വയലേഷനോ അല്ലെങ്കിൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഒന്ന് വയലേറ്റ് ചെയ്താൽ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ തന്നെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലയൻസിനെ പറ്റി മനസ്സിലാക്കുന്നതും കംപ്ലയൻസും അതുപോലെ തന്നെ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും എപ്പോഴും ഏതൊരു ബിസിനസ്സിലായാലും ക്രൂഷ്യലാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു വയലേഷൻ നടന്നു, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരികയാണ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു റൂൾസിൻ്റെ വയലേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റിന് എന്തെങ്കിലും ഡ്രോബാക്കൊക്കെ വരികയാണെങ്കിൽ അത് എപ്പോഴും ആ ഒരു ഹോസ്പിറ്റലിന് ഒരു നെഗറ്റീവായിട്ട് തന്നെ അവിടെ ഉണ്ടാകും. അപ്പോൾ അത് ആ ഒരു ഓർഗനൈസേഷന് തന്നെയുള്ള റെപ്യൂട്ടേഷനിൽ പ്രോബ്ലമാണ്. ആര് പറഞ്ഞാലും ഓക്കെ ആ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, സോ അത് നമ്മൾ പ്രിഫർ ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ കംപ്ലയൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. ഇഫ് you like the video, please do like, share and comment. Thank you.